ഹായ് മക്കളെ, ഒരു മോളിക്യൂൾ തന്നാൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ശ്രദ്ധിക്കണേ. ഒരു മോളിക്യൂൾ നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഒരു പോയിന്റ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നിങ്ങളോട് ചോദിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഇവിടെ ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് ഏത് മോളിക്യൂളിൻ്റെയും പോയിന്റ് ഗ്രൂപ്പ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അല്ലാതെ ഈ ടേബിൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മോളിക്യൂൾ തരും അല്ലേ. ലെറ്റ്സ് സേ CH4 തന്നു, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, NH3, വാട്ടർ, ഇവരെയൊക്കെ തന്നു. ഇവരുടെയൊക്കെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ ഈ ടേബിൾ മാത്രം മതി. പക്ഷേ നിങ്ങൾക്ക് ആദ്യം എന്തറിയണം? യെസ്, ഇവരുടെ ഷേപ്പ്, സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവരുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? യെസ്, എങ്ങനെയായിരിക്കും? VSEPR തിയറി അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്ങിലെ VSEPR തിയറി വെച്ചിട്ടാണ് നമ്മൾ മോളിക്യൂളിൻ്റെ ഷേപ്പൊക്കെ കണ്ടുപിടിക്കുക അല്ലേ. ആ കാര്യം, സ്ട്രക്ചർ നമുക്ക് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിമ്മട്രി എലമെൻറ്റ്സ്. ഓക്കെ, സിമ്മട്രി എലമെൻറ്റ്സ്, സിമ്മട്രി ഓപ്പറേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സിമ്മട്രി എലമെൻറ്റ്സ് ഏതൊക്കെ? സിഗ്മ എച്ച്, സിഗ്മ വി, ഇൻവേർഷൻ സെൻറ്റർ, പ്രിൻസിപ്പൽ ആക്സിസ്, CN എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യവും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിനെപ്പറ്റി ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സെഷൻ കാണുക. സിമ്മട്രി എലമെൻറ്റ്സ്, സിഗ്മ എച്ച് എന്താണ്, സിഗ്മ വി എന്താണ്, I എന്താണ്, CN എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓൾറൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് തന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടേബിളിലേക്ക് വരികയാണ്. നോക്കിക്കോളൂ, ഒരു മോളിക്യൂൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദാ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോളിക്യൂൾ, ആദ്യത്തെ ചോദ്യം നോക്കൂ, ഈസ് ദ മോളിക്യൂൾ ലീനിയർ? ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എൻ്റെ മോളിക്യൂൾ. അപ്പോൾ എനിക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ, ഷേപ്പ് എന്നൊക്കെ പറയുന്നത് ലീനിയർ ആണ് എന്നെനിക്കറിയാം. ഇത് അറിഞ്ഞിരിക്കണം, കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, എന്താണ്? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക? റൈറ്റ് സൈഡിലേക്ക് വരിക. നോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് അവിടെ നിൽക്കട്ടെ, റൈറ്റ് സൈഡിലേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നത് ഈസ് ദർ എ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ? ഈ മോളിക്യൂളിന് ഒരു ഇൻവേർഷൻ സെൻറ്റർ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവേർഷൻ സെൻറ്റർ, ഇൻവേർഷൻ സെൻറ്ററിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, ദാ ഇവിടെ എന്താണ്? ദാ ഇവിടെ ഒരു ഇൻവേർഷൻ സെൻറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താ? യെസ് ആണെങ്കിൽ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ക്ലിയർ ഇല്ലെങ്കിൽ, ദിസ് ഇസ് D∞H. ഇനി പറയുകയാണ് അടുത്തൊരു മോളിക്യൂൾ നോ ആണെങ്കിലോ? അങ്ങനെ ഒരു മോളിക്യൂൾ എന്തായിരിക്കും? ലെറ്റ്സ് സേ HCN എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ, HC∏N. നോക്കി, ഇസ് ദ മോളിക്യൂൾ ലീനിയർ? യെസ്. ഇനി അടുത്ത ചോദ്യം, ഈസ് ദർ എ സെൻറ്റർ ഓഫ് ഇൻവേർഷൻ? HCN സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ടോ? ഇല്ല, അബ്സല്യൂട്ട്ലി ഇല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താ? യെസ്, ദാറ്റ് ഈസ് C∞V എന്ന് നമുക്ക് എഴുതാൻ പറ്റും. നോക്കി, ഇതാണ് C∞V. ഓക്കെ, ഇവിടെയുള്ള C∞V ആണ്. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? യെസ്, D∞H. ക്ലിയർ ആണല്ലോ, ഇതിലൊരു പ്രശ്നവും. ഓക്കെ, യെസ്. ഇനി നോക്കിക്കോളെ, ഈസ് ദ മോളിക്യൂൾ ലീനിയർ? യെസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നോ ആണെങ്കിലോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ആൻഡ് ഇവിടെ കുറച്ച് പെർട്ടിക്കുലർ മോളിക്യൂൾസ് ഉണ്ടാകും. അതായത് പറയുന്നത് പെർഫെക്റ്റ് ജോമെട്രി ഉള്ള, ലെറ്റ്സ് സേ ഞാൻ പറയുകയാണ് പെർഫെക്റ്റ് ജോമെട്രി ഉള്ള CH4ൻ്റെ യെസ് ഹൈബ്രിഡൈസേഷൻ എന്തായിരുന്നു? ടെട്രാഹിഡ്രൽ അല്ലേ. ഹൈബ്രിഡൈസേഷൻ അല്ല, ജോമെട്രി എന്തായിരുന്നു? ടെട്രാഹിഡ്രൽ. ഹൈബ്രിഡൈസേഷൻ sp3, ഇത് ആവശ്യമില്ല. ഓക്കെ, ഇനി അതേസമയം SF6 ഇതെന്തായിരിക്കും? ഒക്ടാഹിഡ്രൽ. ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. CH4ൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, പെർഫെക്റ്റ് ജോമെട്രി ആണെങ്കിൽ എന്താണ്? ടെട്രാഹിഡ്രൽ. SF6 ആണെങ്കിലോ ഒക്ടാഹിഡ്രൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മോളിക്യൂൾ ലീനിയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? യെസ്, നോക്കുക, ഡസ് ദ മോളിക്യൂൾ ഹാവ് ടെട്രാഹിഡ്രൽ, ഒക്ടാഹിഡ്രൽ ഓർ ഐക്കോസാഹെഡ്രൽ? ഓക്കെ, എന്താ പറയുന്നത്? ഐക്കോസാഹെഡ്രൽ ജോമെട്രി. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെന്താണ്? കറസ്പോണ്ടിങ് പോയിന്റ് ഗ്രൂപ്പ് ഇവർക്ക് അങ്ങനെയായിരിക്കും. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ TD, ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ പോയിന്റ് ഗ്രൂപ്പ് OH, ഐക്കോസാഹെഡ്രൽ ആണെങ്കിൽ IH. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും.
പക്ഷെ നിങ്ങളോട് ചോദിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിരിക്കത്തില്ല, കുറച്ചും കൂടെ വർക്ക്ഔട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരിക്കാം. നോക്കാം. ലെറ്റ്സ് സേ ഇങ്ങനെ ഒരു ജോമെട്രി ഇല്ല, അതായത് ടെട്രാഹെഡ്രൽ ഇല്ല, ഒക്ടാഹെഡ്രൽ ഇല്ല, ഐക്കോസാഹെഡ്രൽ ഇല്ല. അപ്പോൾ എന്തായിരിക്കും? ഓഫ് കോഴ്സ് നോ വന്നു. ഇനി അടുത്ത ചോദ്യം എന്താ? യെസ്, ഈസ് ദർ എ പ്രിൻസിപ്പൽ ആക്സസ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സസ് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, നോക്കിക്കോളൂ. നമ്മളോട് പറയുകയാണ് NH3 അമോണിയയുടെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് NH3യുടെ സ്ട്രക്ചർ, ഷേപ്പൊക്കെ അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് NH3 റൈറ്റ്. NH3 എന്നുള്ളത് നമുക്ക് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് NH3. അപ്പോൾ ഇവിടെ ഒരു പ്രിൻസിപ്പൽ ആക്സസ് ഉണ്ട്. പ്രിൻസിപ്പൽ ആക്സസ് എങ്ങനെ വരയ്ക്കണം, കണ്ടുപിടിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് പ്രിൻസിപ്പൽ? അതിനാണ് ഞാൻ പറഞ്ഞത് എലമെന്റ്സ് ഓഫ് സിമ്മട്രി നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സസ് എന്താ? യെസ്, C3 ആക്സസ് ആണ്. C3 ആക്സസ് അതായത് 120 ഡിഗ്രി റൊട്ടേഷൻ അല്ലേ? അപ്പോൾ എന്തായിരിക്കും? EH ഇവിടെ വരും, EH ഇങ്ങോട്ട് വരും, EH ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായിരിക്കും? ഐഡന്റിക്കൽ സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള പ്രിൻസിപ്പൽ ആക്സസ് എന്താണ്? C3. ഓക്കെ, യെസ്, പ്രിൻസിപ്പൽ ആക്സസ് C3. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇസ് ദർ എ പ്രിൻസിപ്പൽ ആക്സസ്? CN ആക്സസ് ഉണ്ടോ? യെസ്, C3 ആക്സസ് ഉണ്ട്. യെസ്. അടുത്ത ചോദ്യം എന്താ? there are NC2 ആക്സസ് പെർപെൻഡിക്കുലർ ടു ദി CN ആക്സസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കണേ, എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, ഈ CN ആക്സസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കേസിലാകുമ്പോൾ ഈ C3 ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് NC2 ആക്സസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ C3 ആക്സസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും കാണുന്നത് അല്ലേ? ഇതാ EH എന്തോ വരും, ഇങ്ങോട്ട് വരും, EH ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ C3 ആക്സസ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് യെസ് C2 ആക്സസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ C2 ആക്സസ്. അങ്ങനെ ഉണ്ടോ? ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള രണ്ട് ഫോം നമുക്ക് കിട്ടുമോ C2 ആക്സസിൽ? ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. അതായത് ആൻസർ എന്താണ്? യെസ്, നോ. C2 ആക്സസ് ഇവിടെ പ്രസന്റ് അല്ല. അപ്പോൾ യെസ്, ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഇവിടെ എന്തായിരിക്കും? യെസ് ആണെങ്കിൽ ഈ സൈഡ് പോകണം, യെസ് അല്ല, മറിച്ച് ഇതെന്താണ്? നോ. ഓക്കെ, ഇനി ഈസ് ദർ സിഗ്മ H പ്രസന്റ് പെർപെൻഡിക്കുലർ ടു ദി CN ആക്സസ്? ഹൊറിസോണ്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ സിഗ്മ H പ്ലെയിൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സിഗ്മ H പ്ലെയിൻ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ടു CN ആക്സസ് ആയിരിക്കണം. അതായത് ഈ C3 ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിഗ്മ H പ്ലെയിൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിറർ പ്ലെയിൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ മോളിക്യൂൾ പ്ലാനാർ ആണോ? അല്ല, ദിസ് ഈസ് നോട്ട് പ്ലാനാർ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സിഗ്മ H ഹൊറിസോണ്ടൽ പ്ലെയിന് എന്തായാലും ഉണ്ടാവത്തില്ല. അപ്പോൾ ആൻസർ എന്താണ്? യെസ്, നോ. അപ്പോൾ ഇവിടത്തേക്ക് വന്നു. ഈസ് ദർ എനി സിഗ്മ H പ്ലെയിൻ? നോ. ഇനി അടുത്ത ചോദ്യം എന്താ? there are n സിഗ്മ V പ്ലെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിൻസ് സിഗ്മ V പ്ലെയിൻ പ്രസന്റ് ആണോ? പ്രസന്റ് ആണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഒരു സിഗ്മ V. അപ്പോൾ എന്തായിരിക്കും? EHും EHും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇതാ ഇവിടെ നിങ്ങൾക്ക് 3 സിഗ്മ V പ്ലെയിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. EHനെയും EHും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ ഇതാ ഇവിടെ എന്തായിരിക്കും? യെസ്, ഇതേപോലെ EHും EHും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. അതായത് ഇവിടെ 3 സിഗ്മ V പ്ലെയിൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന കാര്യം നോക്കിക്കോളെ. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഈസ് ദർ മോളിക്യൂൾ ഈസ് ലീനിയർ? NH3യുടെ കേസാണ് പറയുന്നത്. അല്ല, നോ അല്ലേ? അപ്പോൾ യെസ് ആണെങ്കിൽ ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ, ഐക്കോസാഹെഡ്രൽ അത് നോക്കിയാൽ മതി. നോ. അപ്പോൾ എന്തായി? ഈസ് ദർ എനി പ്രിൻസിപ്പൽ ആക്സസ്? യെസ്. ഏതാണ്? C3 വന്നു. ഇനി NC2 പെർപെൻഡിക്കുലർ ആക്സസ് ഉണ്ടോ? ഇല്ല, C2 ആക്സസ് ഇല്ല. നമ്മുടെ പ്രിൻസിപ്പൽ ആക്സസ് ആയിട്ടുള്ള C3 ആക്സസിന് പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സസ് ഇല്ല. അപ്പോൾ എന്തായി? നോ. അടുത്തത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടോ? സിഗ്മ H ഉണ്ടോ? സിഗ്മ Hും ഇല്ല. പക്ഷേ ആരുണ്ട്? സിഗ്മ V ഉണ്ട്. യെസ്. അങ്ങനെയാകുമ്പോൾ CNV ആയിരിക്കും ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്, വിച്ച് ഈസ് N എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രിൻസിപ്പൽ ആക്സസ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? ദ പോയിന്റ് ഗ്രൂപ്പ് ബിക്കംസ് വാട്ട്? C3V. ഓപ്ഷൻ സി. ഓൾറൈറ്റ്. ഇനി നോക്കിക്കോളൂ. ഇനി അഥവാ ഇവിടെ ഇല്ലെങ്കിലോ? അങ്ങനെ ഒരു സിഗ്മ V പ്ലെയിൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് വാട്ട്? CN ആയിരിക്കും. C2 എന്നൊക്കെ നമ്മൾ പറയും. അതായത് സിഗ്മ V പ്രസന്റ് അല്ലെങ്കിൽ C2 അല്ലെങ്കിൽ C3 എന്നൊക്കെ പറയും. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ്. N ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഇസ് യുവർ പ്രിൻസിപ്പൽ ആക്സസ്.
ഇനി ഹൊറിസോണ്ടൽ പ്ലെയിന് പ്രസൻ്റ് ആണ്, മുന്നേ പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താ? CNH എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കോളൂ, ഇസ് ദർ എനി പ്രിൻസിപ്പൽ ആക്സിസ് നോ ആണെങ്കിൽ ഇവിടെ എന്ത് നോക്കുക നമ്മൾ? ഒരു മിറർ പ്ലെയിൻ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ മിറർ പ്ലെയിൻ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? CS. മിറർ പ്ലെയിൻ ഉണ്ടെങ്കിൽ CS. ഇനി മിറർ പ്ലെയിൻ ഇല്ല, അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് CI. ഇനി സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഇല്ല, അങ്ങനെയാണെങ്കിലോ ദാറ്റ് ഈസ് C1 എന്ന് നമ്മൾ എഴുതും. ഓക്കെ, ഇതേപോലെയാണ് ആർദർ NC2 ആക്സസ് പെർപെൻഡിക്കുലർ ടു CN ആക്സസ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവിടെ നോ എന്ന് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി യെസ് ഉണ്ടെങ്കിലോ? ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? സിഗ്മ H പ്ലെയിൻ, ഹൊറിസോണ്ടൽ മിറർ പ്ലെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് DNH. ഇനി അടുത്ത ചോദ്യം, ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ദർ ആർ N സിഗ്മ V പ്ലെയിൻസ് എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ദിസ് ബിക്കംസ് DND. ഇനി ഇല്ലെങ്കിലോ? ദാറ്റ് ഈസ് DN എന്ന് നമ്മൾ എഴുതും. അപ്പോൾ ഈ ടേബിൾ നിങ്ങളിങ്ങനെ ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ ഉണ്ടാകും. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും പോയിന്റ് ഗ്രൂപ്പ്സ് ആണ് നിങ്ങളോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ 1-2 പ്രോബ്ലംസും കൂടെ നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് സേ വാട്ടർ മോളിക്യൂൾ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ദി വാട്ടർ മോളിക്യൂൾ, റൈറ്റ്? OH2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ ആക്സിസ് ഇങ്ങനെയാണ് അല്ലേ? യെസ്, എന്താണ്? C2. പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? C2 ആക്സിസ് ആണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഈ ടേബിളിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. നോക്കിക്കോളൂ, ഇതൊക്കെ ഞാനൊന്ന് മായ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇസ് ദ മോളിക്യൂൾ ലീനിയർ? നോ. ടെട്രാഹൈഡൽ, ഒക്ടാഹൈഡൽ അങ്ങനെയൊന്നുമില്ല. പെർഫെക്റ്റ് ഒന്നല്ല. അപ്പോൾ നോ. പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ? യെസ്, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്, വിച്ച് ഇസ് C2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇവിടെ തന്നെ അങ്ങ് എഴുതാം അല്ലേ? വീണ്ടും ആ പേജിലേക്ക് പോകണ്ട. OH2. ഓക്കെ, C2 ആക്സിസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ദർ ആർ NC2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി CN ആക്സിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു C2 ആക്സിസ് ഉണ്ടോ? ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോം കിട്ടുമോ? ഇല്ല അല്ലേ? ഈ H എന്താവും? ഈ സൈഡിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു NC2 ആക്സിസ് ഇല്ല. സോ ദാറ്റ് ബിക്കംസ് വാട്ട്? നോ. ഓക്കെ, നോ. ഇനി അടുത്ത ചോദിക്കുന്നത്, ഈസ് ദർ എനി സിഗ്മ H പ്ലെയിൻ? ഓഫ് കോഴ്സ് ഇതെന്താണ്? വാട്ടർ എന്ന് പറയുന്നത് പ്ലാനാർ മോളിക്യൂൾ അല്ല. സിഗ്മ H ഒന്നും എന്തായാലും ഉണ്ടാവത്തില്ല. സോ ദാറ്റ് ബിക്കംസ് വാട്ട്? നോ. ഓക്കെ, ഇനി സിഗ്മ V പ്ലെയിൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, സിഗ്മ V പ്ലെയിൻ ഉണ്ടോ? അപ്പോൾ സിഗ്മ V പ്ലെയിന് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ എങ്കിൽ ഇങ്ങനെ. ഓക്കെ, യെസ്, ഇങ്ങനെ ഒരു പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിഗ്മ V പ്ലെയിനൊക്കെ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് സിമ്മട്രി എലമെൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദിസ് ഇസ് 1 സിഗ്മ. ഇനി അതെന്തായിരിക്കും? അടുത്ത സിഗ്മ V എന്ന് പറയുന്നത് ഈ മോളിക്യൂളിനെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സിഗ്മ V പ്ലെയിൻ. ഓക്കെ, യെസ്. അപ്പോൾ എത്ര സിഗ്മ V പ്ലെയിനാ? 2 സിഗ്മ V പ്ലെയിൻ. ഓക്കെ, യെസ്. അപ്പോൾ വരുന്നു ഇവിടെ നമ്മുടെ ടേബിളിൽ ദർ ആർ N സിഗ്മ V പ്ലെയിൻ. യെസ്, 2 സിഗ്മ V പ്ലെയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? CNV ആയിരിക്കും. CNV എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, C2V. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓപ്ഷൻ A, C2V. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ പോയിന്റ് ഗ്രൂപ്പ് ഓഫ് NO? നൈട്രിക് ഓക്സൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് സ്ട്രക്ചറിനെ പറ്റി വലിയ രീതിയിലൊന്നും നിങ്ങൾ ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക അല്ലേ? അപ്പോൾ നോക്കിക്കോളൂ, ലീനിയർ ആണോ? ഓഫ് കോഴ്സ് 2 എണ്ണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 ആറ്റമേ ഉള്ളൂ എങ്കിൽ അതെന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലീനിയർ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ടോ? ഇവിടെ ഇല്ല. ഒരു രീതിയിലും നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഇവിടെ കാണാൻ പറ്റത്തില്ല അല്ലേ? CI ഇൻവേർഷൻ എന്താണ്? യെസ്, സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ആബ്സെൻ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ എന്തായിരിക്കും? C∞V ആയിരിക്കും. ഇനി സെൻറ്റർ ഓഫ് ഇൻവേർഷൻ ഉണ്ട് എങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? D∞H, F പ്രസൻറ്റ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്. അടുത്തത്, വാട്ട് ഈസ് എ പോയിന്റ് ഗ്രൂപ്പ് ഓഫ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് PtCl4 2-? യെസ്, ഇത് ചോദിക്കാം. നോക്കിക്കോ, PtCl4 2-. ദിസ് ഇസ് PtCl4 2-. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്
ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസ് എങ്ങനെയാണ്? ഈ പി ടിയുടെ സെൻറ്ററിലൂടെ പോകുന്ന ഒരു ആക്സിസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. എനിക്കിപ്പോൾ ഇങ്ങനെ വരയ്ക്കാനേ പറ്റൂ. ഓക്കെ, ഇതെന്തായിരിക്കും? യെസ്, C4 ആക്സിസ്. ഇതെന്തായിരിക്കും? നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണ്? C4 ആക്സിസ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോം നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? യെസ്, പ്ലാറ്റിനം. ഇവിടെ ഇത് പ്ലാറ്റിനം, CL. ഓക്കെ, ഇങ്ങനൊരു ആക്സിസ്, ഇതിനെ തുളച്ചു കൊണ്ടുപോകുന്ന ഒരു ആക്സിസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫോം കിട്ടുമല്ലോ. യെസ്, അപ്പോൾ നമുക്ക് നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി യെസ് എന്താണ്? C4 ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ കാര്യം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? യെസ്, അടുത്ത ചോദ്യം there are n C2 ആക്സിസ് പോസിബിൾ ആണോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ C2 ആക്സിസ് പോസിബിൾ ആണ്. എങ്ങനെയാണെന്നല്ലേ? നോക്കിക്കോ, ഇവിടെ ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനൊരു C2 ആക്സിസ് ഞാൻ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായിരിക്കും? ഇയാളെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ ഒരു C2 ആക്സിസ് കിട്ടും. അതേപോലെ രണ്ടാമത് ഇങ്ങനെയും ഒന്ന് കിട്ടും അല്ലേ? ഇങ്ങനെയും ഒരു C2 ആക്സിസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ C4 ആക്സിസ് ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? 4 C2 ആക്സിസ് വേണം അല്ലേ? അതായത് ഈ CN ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് N C2 ആക്സിസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു C2 ആക്സിസ് എങ്കിലും കിട്ടിയാൽ നിങ്ങൾ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഈ 4 എവിടെ ഉണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കി ഒരുപാട് സമയമൊന്നും കൺസിഡർ ചെയ്യേണ്ട, അതായത് കളയണ്ട. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവിടെ എന്തുണ്ടാവും? 4 C2 ആക്സിസ് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ഉറപ്പിച്ചോ, എന്തുണ്ടാവും? ബാക്കി അവിടെ ഉണ്ടാവും. എല്ലാം ഒന്നും കണ്ടുപിടിക്കാനുള്ള സമയവും നമുക്ക് ഉണ്ടാകത്തില്ല അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ ടേബിളിലേക്ക് നമ്മൾ വരുന്നു. നമ്മൾ വിചാരിക്കുന്നു N പെർപെൻഡിക്കുലർ C2 ആക്സിസ് ഉണ്ട്, അതും ഓക്കെ. അപ്പോൾ എന്തായി? യെസ്. ഇനി ഈസ് ദർ സിഗ്മ എച്ച് പ്ലെയിൻ? സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, PtCl4 2- ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? DsP2 ആണ്, DsP2 അല്ലേ? എന്താണ്? സ്ക്വയർ പ്ലാനാർ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്ലാനാർ മോളിക്യൂൾ. സോ ഇറ്റ് വിൽ ഹാവ് വാട്ട്? സിഗ്മ എച്ച് പ്ലെയിൻ. ഇറ്റ് വിൽ ഹാവ് വാട്ട്? സിഗ്മ എച്ച്. സിഗ്മ എച്ച് പ്രസൻ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇവിടെ വരുന്നു. സിഗ്മ എച്ച് പ്രസൻ്റ് ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് DNH. ഇവിടെ എന്താ? DNH ആണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നോക്കൂ, DNH വരുമ്പോൾ എന്താണ്? എന്നിൻ്റെ വാല്യൂ എന്താ? ഹയർ ഓർഡർ ആണ്. അപ്പോൾ എന്തായിരിക്കും? സിംപ്ലി ഇറ്റ് ഈസ് D4H. ഇത്ര ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്? D4H. ക്ലിയർ ആണല്ലോ? അടുത്ത മോളിക്യൂൾ നോക്കിയാലോ? നോക്കിക്കോ, എന്താ ചോദിച്ചിരിക്കുന്നത്? B2H6 ഡൈബോറൈൻ. എപ്പോഴും ചോദിക്കുന്ന മക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോറോൺ. ഓക്കെ, സോ ബോറോൺ നമുക്കറിയാം ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ആൻഡ് ഒരു ഹൈഡ്രജൻ എന്തായിരിക്കും? യെസ്, അബവ് ദ പ്ലെയിൻ ആയിരിക്കും. ഒന്നെന്തായിരിക്കും? യെസ്, ബിലോ ദി പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഡാഷ് വെഡ്ജിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, ഇനി അടുത്തത് ലീനിയർ ഒന്നല്ല അല്ലേ? നമ്മൾ ഓൾറെഡി അറിയാം, ലീനിയർ അല്ല, ടെട്രാഹെഡ്രലോ ഒക്ടാഹെഡ്രലോ ഒന്നുമല്ല. ഇനി അടുത്ത ചോദ്യം, ഈസ് ദർ എ പ്രിൻസിപ്പൽ CN ആക്സിസ് എന്നാണ്. ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഹാവ് പ്രിൻസിപ്പൽ CN ആക്സിസ്. എങ്ങനെയായിരിക്കും? നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. C2 ആക്സിസ്. അപ്പം എങ്ങനെയായിരിക്കും? നോക്കിയേ, ഈ ഹൈഡ്രജനും എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. ഇതും ഇൻ്റർചേഞ്ച് ചെയ്യും. ഈ ബോറോണും എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. അതേപോലെ ഹൈഡ്രജനും. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് വേറെ C2 ആക്സിസും കാണാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെ ഒരു C2 ആക്സിസ് ആണെങ്കിലോ, ഈ ബോറോണിനെ കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു C2 ആക്സിസ് ആണെങ്കിലോ, ഇവിടെ എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച്. ഇവിടെയും എന്ത് ചെയ്യും? ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു C2 ആക്സിസും കൂടെ ഉണ്ട്. ഏതാണ്? ഇങ്ങനെ ഇൻസൈഡ് ആയിട്ട് ഇതിനെ ഈ പോയിന്റിലൂടെ വരുന്ന ഒരു C2 ആക്സിസ്. സോ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് എത്ര C2 ആക്സിസ് ഉണ്ട്? 3 C2 ആക്സിസ് ഉണ്ട്. അതിൽ ഒരു C2 ആക്സിസ് എന്തായിരിക്കും? നിങ്ങളുടെ പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ 3 C2 ആക്സിസും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഇത് അല്ലേ? യെസ്. അപ്പോൾ ഒരു C2 ആക്സിസ് നിങ്ങൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുക. അപ്പോൾ നോക്കിക്കോളൂ, പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ? യെസ് ഉണ്ട്.
ആർ ദർ ആർ എൻ C2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദി CN ആക്സിസ്. ബാക്കിയുള്ള രണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 3 എണ്ണം ഉണ്ട്. ഒരാൾ പ്രിൻസിപ്പൾ ആയിരിക്കും, ബാക്കിയുള്ള 2 പേര് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആണ്. അത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റും അല്ലേ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്, ഇവരുടെ പെർപെൻഡിക്കുലർ ആണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും ക്ലിയർ ആണ്. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യാണ്, ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഇതൊക്കെ നേരത്തെ എഴുതിയതായിരുന്നു അല്ലേ. യെസ്, എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ട, നമുക്ക് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യും. നോക്കിക്കോളൂ, ഇവിടെ എന്താണ്, യെസ്, ആർ ദർ C2 ആക്സിസ്, യെസ് ആണ് അല്ലേ. യെസ്. ഇനി അടുത്ത ചോദ്യം എന്താ, സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ദർ എനി സിഗ്മ എച്ച് പെർപെൻഡിക്കുലർ ടു ദി CN ആക്സിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എന്തുണ്ടാവും, ദാ ഈ പ്ലെയിന്, ഇങ്ങനെ ഒരു പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, കൺസിഡർ ചെയ്യാൻ പറ്റും. ഇതെന്തായിരിക്കും, നമ്മുടെ ഒരു സിഗ്മ എച്ച് പ്ലെയിൻ ആയിരിക്കും, ഇതിൻ്റെ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, സിഗ്മ എച്ച് പ്ലെയിനും പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ DNH, അപ്പോൾ എന്തായിരിക്കും D2H, D2H ആയിരിക്കും നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് വരുന്നത്. ഓൾ റൈറ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ട്രാൻസ് N2F2 മോളിക്യൂളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ N2F2 ട്രാൻസ് ആണ് അല്ലേ. ദിസ് ഇസ് ദി ട്രാൻസ്. ലീനിയർ ഒന്നുമല്ല, ടെട്രാഹെഡ്രൽ ഒന്നുമല്ല. അടുത്ത ചോദ്യം എന്താണ്, യെസ്, പ്രിൻസിപ്പൽ ആക്സിസ് CN ആക്സിസ് ഉണ്ടോ എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് CN ആക്സിസ് ഉണ്ടാകും. എങ്ങനെയായിരിക്കും, ഇതാ ഈ പൈ ബോണ്ടിൻ്റെ ഇങ്ങനെയുള്ള വരുന്ന ഒരു ആക്സിസ് അല്ലേ, ഇങ്ങനെയുള്ള ഒരു C2 ആക്സിസ്. ഇതിനെനിക്ക് ഇപ്പം ഇങ്ങനെ കാണിക്കാൻ പറ്റൂ. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു, C2 ആക്സിസ്. കാര്യങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഈ F ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, യെസ്. ഇനി അടുത്ത നോക്കിയേ, അങ്ങനെ CN ആക്സിസ് ഉണ്ട്. ഇനി അടുത്തത് എന്താ, ആർ ദർ ആർ C2 ആക്സിസ് പെർപെൻഡിക്കുലർ ടു CN ആക്സിസ്. അപ്പോൾ ഒരു CN ആക്സിസ് C2 ആക്സിസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു C2 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലൂറിൻ ഇങ്ങോട്ട് വരും, ഈ ഫ്ലൂറിൻ അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ടുള്ള ഫോം ആയിരിക്കത്തില്ല. അപ്പോൾ C2 ആക്സിസ് നോ ആണ്. അപ്പോൾ യെസ്, ഇറ്റ് ഈസ് നോ. അടുത്തത്, ഈസ് ദർ എനി സിഗ്മ എച്ച് പ്ലെയിൻ. ഓഫ് കോഴ്സ് സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടാവും അല്ലേ. കാരണം എന്താ, ഇവിടെ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്, 2 സിഗ്മയും അതേപോലെ ഒരു ലോൺ പെയറും എന്താണ് 3sp2. ഓക്കെ, പ്ലാനാർ ആണല്ലേ. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിഗ്മ എച്ച് പ്ലെയിൻ, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സിഗ്മ എച്ച് പ്ലെയിനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ, ഓപ്ഷൻ A C2H എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ, ബെൻസീനിൻ്റെ പോയിന്റ് ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉള്ളത് അല്ലേ, ഇങ്ങനെ പ്ലാനാർ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. പ്ലാനാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും, H അവിടെ ഉണ്ടാകും അല്ലേ. ഇനി അടുത്തത് എന്താ, ബെൻസീനെ ഒന്നുകൂടെ നന്നായിട്ട് വരയ്ക്കാം. ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്തായാലും ഇവിടെ ഒരു ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടാകും. ദാറ്റ് ഈസ് വോട്ട്, ഇങ്ങനെ എനിക്കിപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റും. യെസ്, എന്തായിരിക്കും, C6 ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, 6 C2 ആക്സിസ്, 6 എന്താണ് C2 ആക്സിസും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, 6 C2 ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കി നോക്കാം. യെസ് വന്നു അല്ലേ. ആർ ദർ ആർ C2 ആക്സിസ്, യെസ്. ഇനി എന്താ, സിഗ്മ എച്ച് പ്ലെയിൻ, ഓഫ് കോഴ്സ് സിഗ്മ എച്ച് പ്ലെയിൻ ഉണ്ടാകും. പ്ലാനാർ മോളിക്യൂളാണെന്ന് നമുക്കറിയാം. എന്തായിരിക്കും, D6H, ഓപ്ഷൻ B. ആൻഡ് ഓഫ് കോഴ്സ് ഒരു C2 മാത്രമേ ഞാനിവിടെ വരച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 6 C2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, മിക്കവാറും നിങ്ങളോട് ചോദിക്കുന്ന പോയിന്റ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ CNH, DNH, DND ഒക്കെ ചോദിക്കാം കേട്ടോ. ചോദിക്കത്തില്ല എന്നൊന്നും പറയുന്നില്ല. DNDയുടെ ഒരു എക്സാമ്പിൾ സ്റ്റാഗേർഡ് ഈതെയിൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സ്റ്റാഗേർഡ് ഈതെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, കുറച്ച് കോമ്പൗണ്ട്സ് നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക, നിങ്ങൾ തന്നെ പോയിന്റ് ഗ്രൂപ്പ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കുക. ഓൾറൈറ്റ്, അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.